കാലം മാറുമ്പോൾ മലയാളിയുടെ ശീലങ്ങളും മാറുകയാണ്. ആഹാരത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെ ഈ മാറ്റം പ്രകടവുമാണ്. കഞ്ഞിയും കപ്പയും ഒക്കെ പിന്തള്ളി പുട്ടും ദോശയും ഇഡലിയും ഒക്കെ പ്രാതലിന്റെ പ്രധാന വിഭവമായി മാറി. പുട്ടാണ് ഏറ്റവും അധികം മലയാളി വീടുകളിലെ ബ്രേക്ക്ഫാസ്റ്റ്. മലയാളി പുരുഷന്മാരുടെ ഇടവേഷമായി പാൻസ് മാറിയപ്പോൾ പർദ്ദ ഉപയോഗിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനം 2.0-ലാണ് രസകരമായ കണക്കുകളുള്ളത്. 2004 മുതൽ 2019 വരെയുള്ള മലയാളി ജീവിതത്തിന്റെ മാറ്റങ്ങളാണ് പഠനത്തിലുള്ളത്. 2004-ൽ നിന്ന് നേരിയ കുറവുണ്ടായെങ്കിലും സംസ്ഥാനത്തെ 17.9% വീടുകളിലും പുട്ടാണ് പ്രഭാത ഭക്ഷണം. 7.7% നിന്ന് 10.1% ഉയർന്ന ഇഡലി നില മെച്ചപ്പെടുത്തി. ബ്രേക്ക്ഫാസ്റ്റായി കഞ്ഞിയും ചോറും കഴിച്ചിരുന്ന മധ്യ കേരളത്തിലെ കുടുംബങ്ങൾ കഞ്ഞിയെ കൈവിട്ട കാലം കൂടിയാണ്. 21% നിന്നും ഒറ്റയടിക്ക് 11%-ആയാണ് ഇടിഞ്ഞത്. ഈ വിടവിലാണ് പുട്ടും ദോശയും ഇഡലിയും ഇടിച്ചു കയറിയത്. ഇടുക്കിയിലെയും കോട്ടയത്തെയും ഇഷ്ടഭക്ഷണമായ കപ്പ 1.4% പേരാണ് പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നത്. 10% നിന്നാണ് കപ്പ കൂപ്പുകുത്തിയത്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പലഹാരങ്ങളെക്കാൾ പ്രാതൽ വിഭവം കഞ്ഞിയും ചോറും തന്നെയാണ്. ഉച്ചഭക്ഷണത്തിൽ ചോറിന് വലിയ ഇടിവ് വന്നിട്ടില്ല. 95% വീടുകളിലും ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് ഭക്ഷണം. അത്താഴത്തിനെന്നാൽ ചോറിന് വൻ ഇടിവാണ് വന്നിരിക്കുന്നത്. 2004-ലെ 80%-ൽ നിന്നും 68%-ആയാണ് ഇടിഞ്ഞത്. 20%-ലധികം വീടുകളിലെ രാത്രി ഭക്ഷണം ചപ്പാത്തിയായി മാറി. സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലകളിൽ മത്സ്യ ഉപഭോഗം വർദ്ധിച്ചപ്പോൾ മധ്യ കേരളത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66%-ൽ നിന്ന് 44%-ആയാണ് ഇടിഞ്ഞത്. ഈ ഇടിവ് മാംസ ഉപഭോഗത്തിലെ വർധനവായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ 2004-ൽ 8.9%-ആയിരുന്നു മാംസ ഉപഭോഗം. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 30.9%-ആയി ഉയർന്നു. ഉപയോഗത്തിൽ ഇടിവുണ്ടെങ്കിലും അരി തന്നെയാണ് മലയാളികളുടെ പ്രധാന ആഹാരം. എന്നാൽ സ്വന്തമായി നെല്ലുൽപാദിപ്പിക്കുന്ന കുടുംബങ്ങൾ 4.3%-ൽ നിന്നും 2.1%-ആയി കുറഞ്ഞു. മലയാളികളുടെ വസ്ത്രധാരണത്തിലും വലിയ മാറ്റങ്ങളുണ്ടായ കാലമാണ്. ശതമാനക്കണക്കിൽ ഇടിവുണ്ടായെങ്കിലും 60% മുതിർന്ന പുരുഷന്മാരും മുണ്ടു തന്നെയാണ് ധരിക്കുന്നത്. മുൻ തലമുറയിൽ 1.8%-ആയിരുന്ന പാൻസ് 2004-ൽ 25%-ആയും 2019-ൽ 34%-ആയും കുതിച്ചു കയറി. ഇടത്തരം കുടുംബങ്ങളിലെ 54.6% പുരുഷന്മാരുടെയും വസ്ത്രം പാൻസായി മാറിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മലയാളി സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രമായ സാരിക്കും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 77% സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സാരി 57%-ആയി കുറഞ്ഞു. ചുരിദാറാണ് ഈ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. 51% മുതിർന്ന സ്ത്രീകളും 2004-ൽ പുറത്തു പോകുമ്പോൾ ധരിച്ചിരുന്ന സാരിയാണെങ്കിൽ 2019-ൽ 66% മുസ്ലിം സ്ത്രീകളും പർദ്ദ ധരിച്ചാണ് പുറത്തു പോകുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. MS അനീഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേർന്നു. അനീഷ, ഭക്ഷണ രീതി, ജീവിതശൈലി രീതി, ജീവിക്കുന്ന സാഹചര്യത്തിന് വ്യത്യാസം, ടെക്നോളജിയുടെ സ്വാധീനം, പ്രവാസ ജീവിതത്തിൻ്റെ സ്വാധീനം, ഇങ്ങനെയെല്ലാം കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് തന്നെ കേരള സമൂഹത്തെ സ്വാധീനിക്കുന്ന വിഷയമാണ്. അതുകൂടെ ചേർത്ത് എടുത്തുകൊണ്ടാണോ ഈ 2004 തൊട്ട് 2019 വരെയുള്ള കാലഘട്ടം പരിഷത്ത് ഈ സർവേക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്? അങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഒരു ചേഞ്ച് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കേരള പഠനം 2.0 എന്ന പേരിലാണ് ഈ പഠനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളം ഉണ്ടായ സമയം മുതൽ ഓരോ കാലയളവിലും കൃത്യമായ ഒരു 10-15 വർഷത്തെ കാലയളവ് വീതം ഓരോ സമൂഹത്തിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും കേരളത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി പഠന നിരീക്ഷണ വിധേയമാക്കുന്നത്. ഈ പഠനത്തിൻ്റെ 2019 കാലത്താണ് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ചില സാങ്കേതിക വിഷയങ്ങൾ വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം. മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശൈലിയിലുണ്ടാകുന്ന വ്യത്യാസം, ഭക്ഷണം മുതൽ വസ്ത്രം മുതലുള്ള വ്യത്യാസമാണ്. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു. ചോറിൻ്റെ ഉപയോഗം അടക്കം കുറയുന്നതായിട്ടുള്ള സാഹചര്യം, പ്രാതലിൻ്റെ മെനു തന്നെ മാറിയൊരു സാഹചര്യം. അനീഷ, 2004 എന്നുള്ളൊരു കണക്കെടുത്തത് കൊണ്ടാണ്, ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ തുടരുന്ന ചില കാര്യങ്ങൾ കുറെക്കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണോ? ഈ അറേബ്യൻ ഫുഡ് ഭക്ഷണ രീതികളടക്കം മലയാളികൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയും അത് കോമൺ ആവുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ?
അപർണ, ഓരോ കാലയളവ് തിരിച്ചാണ് ഈ പഠനം വരുന്നത്. ഒരു 15 വർഷത്തെ കാലയളവിലെ കേരള ജീവിതം എങ്ങനെയാണ് 2004 മുമ്പ് വരെയുള്ള കാലത്തിലേക്ക്, അല്ലെങ്കിൽ ആ 15 വർഷവും ഈ പഠന പരിധിയിൽ വരുന്ന കാലവും തമ്മിലുള്ള മാറ്റം എങ്ങനെ, ഇനിയിപ്പോൾ ഈ വരുന്ന കാലം, അതായത് പുതിയ കാലത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ഈ പട്ടികയിൽ കാണുന്ന ശീലങ്ങളെക്കാൾ ഒരു മാറിയ ശീലത്തിലേക്ക് മലയാളികൾ വരുന്ന കാലം, ഈ കോവിഡ് കാലയളവ് കഴിയുമ്പോൾ മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുന്നു. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി പോലെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൂടുതൽ കടന്നു വന്നത് ഒരുപക്ഷെ ഈ പഠന കാലയളവിന് ശേഷമാവും. അതുകൊണ്ട് ഈ കാലയളവിന് ശേഷം വലിയ മാറ്റങ്ങൾ തന്നെ മലയാളി സമൂഹത്തിൽ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലുള്ള വലിയൊരു മാറ്റം ഈ സാമ്പത്തിക ശൈലികളിലൊക്കെ ഉള്ളൊരു മാറ്റം ഈ പഠനത്തിൽ പ്രകടമാണ്. കേവലം ഈ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല പഠനമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ കേരളത്തിന് വന്ന മാറ്റങ്ങൾ, കൃഷിയിൽ നിന്നും എത്രമാത്രം കേരളം പിന്നാക്കം പോയിരിക്കുന്നു, ആധുനിക യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ എത്രമേൽ സ്വാധീനിക്കുന്നു, പുതിയ വസ്ത്ര ശൈലികളെ കേരളം എത്ര വേഗം സ്വീകരിക്കുന്നു എന്ന് തുടങ്ങി സാരി ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന മുസ്ലിം സ്ത്രീകൾ 66% ഇപ്പോൾ പർദ്ദ ധരിച്ച് പുറത്തിറങ്ങുന്നു എന്നുവരെ ഈ 2019 കണക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ രീതിയിലും മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കേരളത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഈ പഠനത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ 2004 മുമ്പ് ഒരു പക്ഷേ മാംസാഹാര ആഹാരങ്ങൾ കുറച്ചു കഴിക്കുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ മത്സ്യത്തിന്റെ തോത് കൂടുതലും മാംസത്തിന്റെ തോത് കുറഞ്ഞും കഴിക്കുന്ന ഒരു സമൂഹമായിരുന്നു കേരളമെങ്കിൽ ഈ സർവേ നടക്കുന്ന കാലയളവിൽ, അല്ലെങ്കിൽ ഈ പഠനം നടക്കുന്ന കാലയളവിൽ മത്സ്യാഹാരത്തിന്റെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയുകയും മാംസാഹാരം കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ പുതിയ പഠനങ്ങൾ വന്നാൽ ഇതിനേക്കാൾ മാംസാഹാരികളുടെ എണ്ണം കൂടുന്നത് ഈ പഠനങ്ങളിൽ ദൃശ്യമാണ്. കേവലം ഈ ഭക്ഷണശീലങ്ങളിൽ മാത്രമല്ല, ഈ ആഹാരശൈലിയിൽ മാറ്റം വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന ചെറിയ രോഗങ്ങൾക്കപ്പുറം ഗുരുതരമായ രോഗങ്ങളിലേക്ക് മലയാളികൾ മാറുന്നു. ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം, ആശുപത്രികളുടെ എണ്ണം കൂടുന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ എണ്ണം കൂടുന്നു, ശസ്ത്രക്രിയകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഈ ഭക്ഷണ ശൃംഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ഒട്ടേറെ കണക്കുകളും ഈ പഠന റിപ്പോർട്ടിലുണ്ട്. എന്തായാലും 2019 വന്ന കണക്കാണ്. അതുകൊണ്ട് 2025 എത്തുമ്പോൾ 6 വർഷത്തെ ഒരു കാല വിളംബമുണ്ടെങ്കിൽ പോലും മലയാളി സമൂഹത്തിന്റെ ജീവിതശൈലി എങ്ങനെയെന്നതിനെ സംബന്ധിച്ച ഒരു കൃത്യമായ സൂചകമായി തന്നെ ഈ റിപ്പോർട്ട് മാറുന്നുണ്ട്. അപർണ. റൈറ്റ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി